സ്വാഗതം ഏവർക്കും വീണ്ടും ഒരു യാത്രാ വീഡിയോയുമായി ഞാൻ ജയപ്രകാശ്, ഒരു മുംബൈ മലയാളി. സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന സിറ്റി ടൗണിൻ്റെ സൈഡിൽ ബോർഡറാണിത്. ഇവിടെ മൈതാനൊക്കെയാണ് പത്ത് സൈഡിൽ കാണുന്നത്, നല്ല റോഡുകളൊക്കെയാണ്. സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത് ഒത്തിരി പഴയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമയത്തുണ്ടായ ടൗണൊക്കെയാണ്. ഇത് ആ റോഡൊക്കെ കണ്ടാൽ അറിയാം, നല്ല രാജവീതികൾ പോലെ നല്ല വിശാലമായ റോഡുകളാണ്. ഇവിടെ പാസ് ചെയ്യുന്ന ഇവിടുത്തെ മെട്രോ സർവീസാണ്. നമ്മൾ കയറിയ സ്ഥലം തൊട്ട് അവിടെ വരെ വന്നിട്ടില്ല, മെട്രോ പണി നടക്കുന്നേ ഉള്ളൂ. ഇത് മറ്റേ റോഡ് പോകുന്നു, ഇപ്പുറത്തൂടെ മെട്രോ. ഈ വാഹനം, അതായത് അംബാസഡറിൻ്റെ പഴയ മോഡൽ, വെസ്റ്റ് ബംഗാളിൽ ഇപ്പോഴും ഈ ടാക്സി നിലവിലുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇത് വളരെ രസമുണ്ട് കാണാനായിട്ട്. അതായത് പഴമയുടെ ആ ഒരു പ്രതീകം ഇപ്പോഴും പോകുന്നു, കണ്ട. അല്ല, അതിനകത്ത് നല്ലതായിട്ട് യാത്ര ചെയ്യാനൊക്കെ സുഖമാണ്. പഴയ അംബാസഡർ അറിയാമല്ലോ എല്ലാവർക്കും, ഇപ്പോഴും ഉണ്ട്. അത് മിക്കവാറും അതിൻ്റെ കാലാവധിയൊക്കെ കഴിയാറായി എന്ന് പറയുന്നു. ഇവർ ടെസ്റ്റ് ചെയ്ത് 2-3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതാണ്. ഒരു പക്ഷേ ഈ സൈഡിൽ കൂടെ പോകുന്നതായിരിക്കാം സോൾട്ട് ലേക്ക് എന്ന്. അപ്പോൾ സൈഡിൽ കൂടെ പോകുന്നത് തന്നെയാണ് സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. ഇതിൽ കൂടെ ചെറുതായിട്ട് കാണും. അതിൻ്റെ സൈഡിൽ ഗാർഡൻ നന്നായിട്ട് ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചു. ഈ റോഡാണ് പാരലായിട്ട് പോകുന്നത്. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണെന്ന് തോന്നുന്നു, അതോ സിറ്റി സർവീസാണോ? ഇത് കണ്ടിട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ, വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സായി പോകുന്നത്. പഴയ മോഡൽ ബസ് തന്നെയാണ്. ഫ്രണ്ടിലും ഒരു ബസ് പോകുന്നത്. എല്ലാ നഗരങ്ങളിലെയും പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ട്രാഫിക് പ്രശ്നമാണ്. ഇപ്പോൾ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാൻ ഫ്ലൈഓവറുകളും മെട്രോ ഉൾപ്പെടെയുള്ളത് വരുമ്പോൾ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുമായിരുന്നു. ഇവിടെ മെട്രോ സൗകര്യം വളരെ വിപുലമാക്കിയിട്ടില്ലെന്ന് ഞാൻ അറിയുന്നു. ബാംഗ്ലൂരൊക്കെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ വിപുലമായ മെട്രോ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിൻ്റെ കൺജഷനൊക്കെയാണ് ഈ കാണുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ട് ആരും അധികം എല്ലാവരും എടുത്തു തുടങ്ങിയാൽ ഒരുപക്ഷെ മെട്രോ സർവീസൊക്കെ വിശാലമാക്കിയാൽ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ വരും. ഇവിടെ ട്രാഫിക് കൺട്രോളൊക്കെ വരും. അതുപോലെ കൂടുതൽ ഫ്ലൈഓവറുകൾ ഒക്കെ വരേണ്ടിയിരിക്കും. ഓരോ സ്ഥലങ്ങളുടെ ഏരിയ സൈൻ ബോർഡൊക്കെ കാണാം. നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് രണ്ട് വശത്തും ആ പഴയ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഫ്ലാറ്റ് സിസ്റ്റമൊക്കെ മെട്രോ സൈഡിലൊക്കെ കാണാം. അതുപോലെ പഴയ അടുത്തടുത്ത ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായ ബിൽഡിങ്സൊക്കെ ഇങ്ങനെ അടുത്തടുത്താണല്ലോ. ഫ്ലാറ്റ് സിസ്റ്റം, ഒട്ടും സ്പേസ് ഇടയ്ക്ക് കാണുന്നില്ല, കണ്ടോ. ഒരു പക്ഷേ പഴമയുടെയും പുതുമയുടെയും ഒരേപോലെ മുഖങ്ങൾ കാണാവുന്ന നഗരങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ ഈ കൊൽക്കത്ത നഗരം. ഇവിടെ നമുക്ക് തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളെ കാണാം, തിങ്ങി നിൽക്കുന്ന ബിൽഡിങ്ങുകൾ കാണാം, പുതിയ ബിൽഡിങ്ങുകളും കാണാം, പുതിയ മാറ്റങ്ങളും കാണാം. ട്രെയിനിങ് അവിടെ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആള് വലിച്ചുകൊണ്ട് പോകുന്ന സൈക്കിൾ റിക്ഷകൾ ഒരുപക്ഷെ കൽക്കട്ട പോലുള്ള പഴയ മെട്രോ നഗരങ്ങളിലെ കാണാൻ സാധ്യതയുള്ളൂ. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ ആളിനെ കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷ പോലത്തെ മോഡലിലുള്ള മോട്ടോർ വാഹനങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇവിടെ ടണലിനടിയിൽ കൂടെ, ഇതിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നതാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഒരു സബ് റൂട്ടാണിത്. ബൈ റൂട്ടുകളൊക്കെയാണ്, ചെറിയ റോഡുകളാണ്. ഇതിലിവിടെ നമ്മളെല്ലാ വൻ നഗരങ്ങളിലും കാണുന്ന പോലെ ചെറിയ താമസ സൗകര്യങ്ങൾ, ചോൾസ് എന്ന് പറയും, അങ്ങനെയുള്ള സൗകര്യങ്ങളാണ്. ചെറിയ കടകളും അതിനോടനുബന്ധിച്ച് അവർ തന്നെ അനുബന്ധിച്ച് കടയും നടത്തും. അവർ തന്നെ ഇങ്ങനെ ചോൾ പോലുള്ള ചെറിയ വീടുകൾ താമസിക്കുക, ആ ഒരു പ്രദേശങ്ങളൊക്കെ ആയി കാണുന്നത്. അതെല്ലാ വൻ നഗരങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഈവൻ അമേരിക്ക പോയാലും ചിലപ്പോൾ കാണാമായിരിക്കും, എനിക്കറിയില്ല. പണ്ട് കാലത്തെ ഇവർ കുടിയേറി പാർത്ത് ഇവിടെ വന്ന ആൾ വലിക്കുന്ന സൈക്കിളും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ളത്. ഞാൻ പറഞ്ഞ ഒരു 2 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു അംബാസഡർ ടാക്സി നമ്മൾ കാണും. അത് യാത്രി സാത്തി, അങ്ങനെയാണ് അതിൻ്റെ പേര്. ആണ് ഞാൻ പറയുന്ന പഴമയുടെയും പുതുമയുടെയും പ്രതീകമായ കൊൽക്കത്ത നഗരത്തെക്കുറിച്ച്. ഇങ്ങനെ ഈ ചെറിയ ട്രിപ്പ് ഇവിടെ അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് വന്നതാണ്. പിന്നെ പറയാം വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. കൽക്കട്ടയുടെ പഴയ പ്രമാണിത്വം, അതായത് വിക്ടോറിയ മെമ്മോറിയൽ ഒക്കെ കാണിക്കാം. വരൂ, അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. നന്ദി.